ഇറാന്റെ സായുധ ശക്തിയും സൈനിക ശക്തിയും പറ്റിയുള്ള നിരന്തരമായ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ചു കാലം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനിടയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിനെ പറ്റിയായിരുന്നു. ഇറാനിയൻ ഖുദ്സ് ഫോഴ്സ് എന്നുള്ളത് മസ്ജിദുൽ അക്സയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇറാന്റെ സൈനിക സംവിധാനമാണ്. ഇറാനിയൻ ഖുദ്സ് ഫോഴ്സ് എന്നാണ് ഇതിന് പേര് നൽകിയിരുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ ആ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാവുന്നത്. ഇത് പറയാൻ പോകുന്ന കാര്യങ്ങൾ അതല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന, കമാൻഡറായിരുന്ന, സൈനിക ജനറലായിരുന്ന ഖാസിം സുലൈമാനിയെ പറ്റിയാണ്. ഇപ്പോൾ ഈ അറബ് ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംഘർഷങ്ങൾ ഇങ്ങനെ തുടരുമ്പോഴും, ഇസ്രായേൽ എന്നുള്ള രാജ്യം വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴും, അമേരിക്കയും ഇസ്രായേലിനും ഏറ്റവും തലവേദനയുണ്ടാക്കിയിട്ടുള്ള ഒരു സൈനിക മേധാവിയാണ് ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിന്റെ സൈനിക ജനറലായിരുന്ന ഖാസിം സുലൈമാനി. ഖാസിം സുലൈമാനിയുടെ സേവനം ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിന് നൽകിയ വീര്യം, പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു പ്രതിരോധ അച്ചുതണ്ടിന് നൽകിയ സേവനം എന്നുള്ളത്, അതിൻ്റെ കരുത്ത് എന്നുള്ളത്, അതിപ്പോഴും അതിൻ്റെ വീര്യം ഇപ്പോഴും നിലനിർത്തുന്നു. ഖാസിം സുലൈമാനിയുടെ പ്രേതം അമേരിക്കയും ഇസ്രായേലിനെയും വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഖാസിം സുലൈമാനി രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്, ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിൽ പ്രവർത്തിച്ച സംഘടനകളും അതിൻ്റെ കേഡർമാരും അതിൻ്റെ ആളുകളുമാണ് ഇപ്പോൾ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായുള്ള യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇറാന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ട്, യമനിലെ അൻസാറുള്ളയുണ്ട്, യമനിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഇനി ഹിസ്ബുള്ളയുണ്ട്, ലെബനനിലെ ഹിസ്ബുള്ളയുണ്ട്, ഫലസ്തീനിലെ ഹമാസിനെ വേണമെങ്കിലും ഇതിൽ കൂട്ടാവുന്നതാണ്. സിറിയയിൽ നേരത്തെ ബഷർ അൽ അസദുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പൊക്കെ ഇതിന്റെ പിന്തുണയിലായിരുന്നു. പിന്നീട് ബഷർ അൽ അസദിന് അധികാരം നഷ്ടപ്പെട്ടു, എങ്കിലും അതിന്റെ അലയൊലികൾ സിറിയയിലും ഉണ്ടാകാം. ഇതാണ് ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്നത്. സയനിസത്തിനെതിരെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഇതാണ് ഖാസിം സുലൈമാനി നിർവഹിച്ച ദൗത്യം എന്നുള്ളത്. ഖാസിം സുലൈമാനി എന്നുള്ളത് ഇറാന്റെ ഏറ്റവും ദുർബലമായ ദരിദ്ര ചുറ്റുപാടിൽ ജനിച്ചു വീഴുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഉപജീവനത്തിനായി കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ കൂലിത്തൊഴിലടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയ ആളുമാണ്. പിന്നീട് അദ്ദേഹം ഇറാൻ റവല്യൂഷൻ നടക്കുമ്പോൾ, ഇറാന്റെ ഇസ്ലാമിക വിപ്ലവം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകുന്നു. അന്നത്തെ ഷാ പഹ്ലവിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു. പിന്നീട് IRGCയിൽ ചേരുന്നു, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഭാഗമാവുന്നു, ഇറാൻ സൈന്യത്തിന്റെ ഭാഗമാവുന്നു. അതിനുശേഷമാണ് അദ്ദേഹം 1990-കൾക്ക് ശേഷം 2000 അടുത്തുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതിന്റെ മേധാവിയായി വരുന്നത്. ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിന് ഈ ഇറാനിയൻ ഭരണകൂടം രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഖാസിം സുലൈമാനി അതിന്റെ മേധാവിയാവുന്നത്. പിന്നീട് ഇറാൻ സൈന്യത്തിന്റെ ഈ ഒരു മൂവ്മെന്റ് എന്നുള്ളത് അത് ഖാസിം സുലൈമാനിയുടെ തന്ത്രങ്ങൾ അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. 2006 ഹിസ്ബുള്ളയും ഇറാനുമായിട്ടുള്ള വലിയ യുദ്ധമുണ്ടാകുന്നുണ്ട്. ആ 2006 യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ലെബനനിൽ അവർ അതിനു മുമ്പ് വെട്ടിപ്പിടിച്ചിട്ടുള്ള, അധിനിവേശം നടത്തിയിട്ട് ഇസ്രായേലിൽ ചേർത്തിട്ടുള്ള പ്രദേശങ്ങൾ വിട്ടോടേണ്ടി വന്ന സാഹചര്യം ഇസ്രായേലിന് അന്ന് ഉണ്ടായിട്ടുണ്ട്. അന്ന് 2006 യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നുണ്ടായത്. ഈ ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഈ തിരിച്ചടി ഉണ്ടാവുമ്പോൾ ആ യുദ്ധത്തിലെ തന്ത്രങ്ങൾ മെനഞ്ഞത് ഖാസിം സുലൈമാനി ആയിരുന്നു. ലെബനനിലെ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ, തെക്കൻ ലെബനനിൽ ഈ ഹിസ്ബുള്ളയുടെ മിലിറ്ററിയെ അണിനിരത്തിയതും അതിന്റെ സൈനിക കമാൻഡിങ്ങും അതിൽ ഇസ്രായേലിനെതിരെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും ഗറില്ല യുദ്ധമുറവുകളും ഒക്കെ അദ്ദേഹം ഈ ഒരു ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് നടത്തി. ഇനി ഫലസ്തീനിലേക്ക് വരുമ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസുമായി
വളരെ നല്ല ബന്ധമായിരുന്നു ഖാസിം സുലൈമാനിക്ക് ഉണ്ടായിരുന്നത്. അത് സിറിയൻ ആഭ്യന്തര സംഘർഷവുമായി അതിൽ നിലപാട് മാറ്റം ഉണ്ടാകുന്നെങ്കിൽ പോലും പിന്നീടും അത് സാധാരണഗതിയിലായി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഗസയിലുള്ള ഹമാസിന് വേണ്ട സൈനിക പരിശീലനങ്ങൾ, അവരുടെ ആളുകൾക്ക് വേണ്ട സൈനിക ഗറില്ല യുദ്ധമുറകൾ, മറ്റു തന്ത്രങ്ങൾ, ആയുധങ്ങൾ ഉണ്ടാക്കാനും സാമഗ്രികൾ നിർമ്മിക്കാനുമുള്ള അതിന്റെ തന്ത്രങ്ങൾ, അത് ഗസയിൽ എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാം, ഇങ്ങനെ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട മിലിറ്ററി പരിശീലനങ്ങളൊക്കെ നൽകിയത് ഖാസിം സുലൈമാനിയാണ്. അതിൽ പല സഹായങ്ങളും ഹമാസിന് ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് അത്യന്തികമായിട്ട് സയനിസത്തിന്റെ പരാജയത്തിന് വേണ്ടിയാണ് ഈ ഖുദ്സ് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങളും ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചത്. പ്രധാനമായിട്ടും ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയെങ്കിലും പോലും ഫലസ്തീനിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഹമാസിനെയൊക്കെ ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അതിൽ അദ്ദേഹം സുന്നി ഷിയ വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ വലിയ ബന്ധമുണ്ടായിരുന്നത് ലെബനനിലെ ഹിസ്ബുള്ള പോലെയുള്ള സംഘങ്ങളുമായിട്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് യഥാർത്ഥത്തിൽ നിലവിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൈനിക വിഭാഗം എന്നുള്ളത്. അപ്പോൾ നേരത്തെ അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശം, സദ്ദാമിന്റെ മരണം, ഇങ്ങനെ തുടങ്ങിയ പല ആഭ്യന്തരപരമായ കാര്യങ്ങൾ ഇറാഖിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്ക ശ്രദ്ധിച്ച ഒരു കാര്യം, സദ്ദാം ഏതായാലും കൊല്ലപ്പെടുന്നു, സദ്ദാമിനെ തൂക്കിലേറ്റുന്നു, നടപടിയെടുക്കുന്നു, ഇറാഖിലെ സൈന്യത്തെ നിർവീര്യമാക്കുന്നു, സദ്ദാമിനെ പിന്തുണച്ച മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അമേരിക്ക. പക്ഷേ അതിനിടയിൽ ചിലയിടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ കൊലപ്പെടുത്തുന്നു, അമേരിക്കൻ സൈന്യത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്നു, അമേരിക്കൻ സൈന്യത്തെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടക്കുന്നു. ഇത് അമേരിക്കൻ ഇന്റലിജൻസ് ശ്രദ്ധിച്ചു. ഇത് എവിടെ നിന്നാണ് ഇത്തരം ഒരു ആക്രമണം വരുന്നത്? കാരണം ഇറാഖിലെ സദ്ദാമിന്റെ സേനയെയും അതുമായി ബന്ധപ്പെട്ട് പിന്തുണക്കുന്ന ആളുകളെയും അമേരിക്കക്കെതിരെയുള്ള അവിടുത്തെ സംവിധാനങ്ങളെയൊക്കെ തകർത്തിരിക്കുകയാണ്. ഇപ്പോഴെവിടെ നിന്നാണ് ഇത് സമ്പൂർണ്ണമായി നശിച്ച ശേഷം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ അധീനതയിൽ വന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് താങ്കൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്? പല മേഖലകളിൽ നിന്നും വളരെ വിചിത്രമായ ആക്രമണങ്ങൾ അമേരിക്കക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്, അമേരിക്കക്കെതിരായ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ അവിടുത്തെ സിവിലിയന്മാരെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത്. അതായത് അമേരിക്കൻക്കെതിരായുള്ള യുദ്ധങ്ങളിൽ അവിടുത്തെ സിവിൽ സമൂഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമാന്തരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോഴാണ് അമേരിക്ക ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ആ കാര്യങ്ങൾ പോകുന്നുള്ളത് ഇറാന്റെ ഏറ്റവും പ്രധാനിയായ ഖാസിം സുലൈമാനിയിലായിരുന്നു. ഖാസിം സുലൈമാനി തന്നെയാണ് അവിടെ അത്തരം ഒരു വിഭാഗങ്ങളെ കെട്ടിപ്പൊടിക്കുന്നതിലുള്ള നിർണായകമായ പങ്ക് വഹിക്കുന്നത്. ഇത് അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മറുതന്ത്രങ്ങൾ ഒരുക്കാൻ അന്ന് അമേരിക്കക്ക് സാധിക്കുന്നില്ല. കാരണം ഇറാഖിലുള്ള അവരുടെ സാന്നിധ്യവും മറ്റു കാരണങ്ങളും ഒക്കെയാണ് അതിന്റെ കാരണം. അപ്പൊ ഖാസിം സുലൈമാനി അവിടെ ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു, അവർക്ക് വേണ്ട സൈനികമായ സേവനങ്ങൾ കൊടുക്കുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു. ഈ യുദ്ധസമയത്തൊക്കെ ലബനനിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഖാസിം സുലൈമാനിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അമേരിക്കയുടെ റഡാറുകൾ മറികടന്നുകൊണ്ട്, അമേരിക്കയുടെ ചാരക്കണ്ണുകൾ മറികടന്നുകൊണ്ട് യുദ്ധഭൂമിയിൽ തന്നെ നിലയുറപ്പിക്കാനും പലപ്പോഴും ഖാസിം സുലൈമാനിക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് സിറിയയിലുള്ള സിവിൽ പ്രശ്നങ്ങൾ വരുന്നത്, സിറിയയിലുള്ള ആഭ്യന്തര യുദ്ധം വരുന്നത്. ആ ആഭ്യന്തര യുദ്ധത്തിൽ ബഷർ അൽ അസദിനെ സഹായിക്കുന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു. അതിന്റെ കൂടെ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഖാസിം സുലൈമാനി പോകുന്നു. അപ്പോൾ സിറിയൻ സിവിൽ വാറിൽ ISIS ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ISIS ഇറാഖിലും സിറിയയിലുമായിട്ട് നടത്തിയ ക്രൂരമായ പല കഥന കഥകളും നമ്മൾ നിരന്തരമായി കണ്ടിട്ടുള്ളവരാണ്. നിരന്തരമായ കൊലപാതകങ്ങൾ നടത്തി, തീവ്രമായ കൊലപാതകങ്ങൾ നടത്തി വീഡിയോ ചിത്രീകരിച്ച് അത് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുക, തങ്ങളുടെ ക്രൂരകൃത്യങ്ങൾ ലോകത്തിന് മുമ്പിൽ വെളിവാക്കുക, വളരെ വലിയ ഭീകരാന്തരീക്ഷം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ അലട്ടിയത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയാണ്. കാരണം ഈ തീവ്ര സുന്നി സലഫി മൂവ്മെന്റായ ISIS മുന്നോട്ട് വന്നാൽ അത് അവിടെയുള്ള കുർദുകളെ മറ്റു ഷിയ വിഭാഗങ്ങളെ, ഷിയ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, സുന്നികളിലെ തന്നെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ, മറ്റു ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ, ഇവരെയൊക്കെ ഇത് ബാധിക്കുമായിരുന്നു. കാരണം അവരെയും കൂടി ISIS തങ്ങളല്ലാത്ത മുഴുവനെയും നശിപ്പിക്കുക എന്നുള്ള വളരെ വലിയ വർഗീയതയുടെ അല്ലെങ്കിൽ വളരെ വലിയ വിധ്വംസകത്തിന്റെ ശബ്ദമായിരുന്നു ISIS എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ISIS അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെ തടയിടണം എന്നുള്ള ഒരു നയനിലപാട്
ഇത്തരം വിഭാഗങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുണ്ടാക്കുകയും ആ വിഭാഗങ്ങളെ ഒന്നാകെ, പ്രത്യേകിച്ചും ഇറാഖിലും സിറിയയിലും ആ വിഭാഗം ഒന്നിച്ചു നിർത്തുകയും ISIS-നെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു. ഇതിന് കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത് ഖാസിം സുലൈമാനി തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ്. ഈ സമയത്തൊക്കെ ക്രിസ്ത്യൻ ഗ്രൂപ്പായാലും അല്ലെങ്കിൽ മറ്റുള്ള ഈ അവിടെയുള്ള ന്യൂനപക്ഷ ഗ്രൂപ്പുകളൊക്കെയും ഈ ഖാസിം സുലൈമാനിയുടെ കമാൻഡിങ്ങിന് പുറത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, ISIS-നെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നുണ്ട്. സിറിയയിലൊക്കെ അദ്ദേഹം നേരിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുകയായിരുന്നു ഖാസിം സുലൈമാനിയെ. ഇറാനിയൻ ഖുദ്സ് ഫോഴ്സ് എന്നുള്ളത് തങ്ങൾക്ക് തലവേദനയാണ്. അത് യമനിലായാലും, യമനിൽ അൻസാറുള്ള വലിയൊരു സമയത്ത് ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം, അറബ് രാജ്യങ്ങളെ പിന്തുണച്ചത് ബ്രിട്ടനും അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നാണ്. അത് ഇന്ന് കാണുന്നത് പോലെ അവർക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക, മറ്റു സാമഗ്രികൾ ഒരുക്കുക, യമനെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നതാരാണ്? ഇത് അമേരിക്കയും മറ്റു UK അടക്കമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഖാസിം സുലൈമാനി അപ്പോഴും യമനിലെ അൻസാറുള്ളയ്ക്ക് വേണ്ടി തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ സഹായങ്ങൾ ചെയ്ത് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഖാസിം സുലൈമാനി ചില തന്ത്രങ്ങൾ യമനിലെ അൻസാറുള്ളക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ തന്ത്രങ്ങളാണ് പിന്നീട് ആ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. കെണിയൊരുക്കി വീഴ്ത്തുക എന്നതിനപ്പുറം വലിയ നാശനഷ്ടങ്ങളാണ് അറബ് സേനയ്ക്ക് യമനിൽ നേരിടേണ്ടി വന്നത്, കരയുദ്ധത്തിൽ പ്രത്യേകിച്ചു. മറ്റൊന്ന്, ആരംഭയടക്കമുള്ള സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിഭവങ്ങളെ ആക്രമിച്ചാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്. ആരംകോയിൽ വലിയ നാശനഷ്ടങ്ങൾ ഹൂത്തി മിസൈലുകൾ വരുത്തുന്നുണ്ട്. ഹൂത്തി മിസൈലുകൾ അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ നഷ്ടങ്ങൾ തങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വ്യക്തമായ സമയത്താണ് സൗദി അറേബ്യ തന്നെ ഇത്തരം ഒരു സമാധാന കരാറിന് മുൻകൈയെടുക്കുന്നത്. ഹൂത്തികൾക്ക് വലിയ നഷ്ടപരിഹാരം വന്ന് കൊടുത്തിട്ടാണ് അത് സെറ്റിൽ ചെയ്തത് എന്നതൊക്കെ അനൗദ്യോഗികമായിട്ട് പല വിവരങ്ങളും പുറത്തു വന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ലോകത്താകമാനം ഈ മേഖലയിൽ ഒന്നാകെ ഈ അമേരിക്കൻ സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെ ഇത്തരം സാമ്രാജ്യത്വ ശക്തികളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളുടെ മുമ്പ് തന്നെ ഇതിനു വേണ്ട ഒരു പ്രവർത്തന നിലയം ഒരുക്കിയത് അത് ഖാസിം സുലൈമാനിയാണ്. ഖാസിം സുലൈമാനിയുടെ തന്ത്രങ്ങളാണ്. ഈ ഒരു മേഖലയൊന്നാകെ ഈ ചെറുത്തുനിൽപ്പ് ശക്തികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഖാസിം സുലൈമാനി വലിയ പങ്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്, ഖുദ്സ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക 2020 ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. അപ്പോൾ നിരന്തരമായി ഖാസിം സുലൈമാനി അമേരിക്കയുടെ റഡാറിന്റെ പരിധിയിലായിരുന്നു. അങ്ങനെ 2020 ഇറാഖിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാഹനത്തെ ലക്ഷ്യമാക്കി അമേരിക്കൻ ആക്രമണം നടക്കുന്നത്. അദ്ദേഹം ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ അംഗങ്ങളും പ്രധാനപ്പെട്ട മേധാവിയും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ആക്രമണം. പിന്നീട് ആ ആക്രമണത്തിന് തിരിച്ചറിയായി അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തിരിച്ചടി നൽകുന്നുണ്ട്. ഇതിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളും ഇസ്രായേലുമായിട്ട് ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും യമനിലെ അൻസാറുള്ളയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഇതിന് പിന്നിൽ ഒരു ചാലക ശക്തിയായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രതലമൊരുക്കി ഇതിനുള്ള കേന്ദ്രീകൃത ബൃന്ദുവായി പ്രവർത്തിച്ചത് ഖാസിം സുലൈമാനിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഖുദ്സ് ഫോഴ്സ് ആണ്. ഇങ്ങനെ ലോകത്തെമ്പാടും ഈ പശ്ചിമേഷ്യയിൽ ഒന്നാകെ ഇത്തരം ഒരു ഖുദ്സ് ഫോഴ്സിന് വേണ്ടി നിലമൊരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഖാസിം സുലൈമാനി എന്നുള്ളത്. അദ്ദേഹത്തെ അമേരിക്ക കൊലപ്പെടുത്തിയപ്പോൾ വളരെ വലിയ യാത്രയപ്പാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കാനും അന്ത്യകർമ്മങ്ങൾക്കുമായിട്ട് എത്തിയത്. അതിനുശേഷം അത്രയും വലിയ ജനസമൂഹം പങ്കെടുക്കുന്നത് ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സമാനമായ ഒരു സാഹചര്യമാണ് ഖാസിം സുലൈമാനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അപ്പോൾ ഖാസിം സുലൈമാനിയുടെ പ്രേതം അത് വിടാതെ അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രതിരോധ അച്ചുതണ്ടും നിലവിലുള്ള പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും മനസ്സിലാക്കി തരുന്നത്. ഇദ്ദേഹം ഒരുക്കിയിട്ടുള്ള ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ IRGC നിലവിൽ നടത്തുന്ന ഈ സൈനിക ഓപ്പറേഷനുകൾക്ക് ഏറ്റവും ഫലപ്രാപ്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഇസ്രായേലിനും സയനിസത്തിനും അമേരിക്കക്കുമെതിരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
അതുകൊണ്ട് തന്നെ ഖാസിം സുലൈമാനി എന്നുള്ളത് എപ്പോഴും ഈ ഇറാനിന്റെ പശ്ചാത്തലം ചർച്ച ചെയ്യുമ്പോൾ വിസ്മരിക്കാൻ കഴിയാത്ത പേരാണ് ഖാസിം സുലൈമാനി.